നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കണ്ടെത്തിയിരിക്കുന്നത് 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ ബ്ലാക്ക് ഹ്യൂമർ കാറ്റഗറിയിലുള്ള സിനിമ താങ്ക് യു ഫോർ സ്മോക്കിംഗ്. ഒരു തരത്തിൽ ഇതെൻ്റെ ചാനലിൽ ചെയ്തിട്ടുള്ള വിസിൽ ബ്ലോവർ എന്ന ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഈ സിനിമ എല്ലാവരും തന്നെ കാണണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ സിനിമകളിലൂടെ നിങ്ങൾക്ക് പരിചിതനായ ആരോൺ എയ്ക്ക്ഹാർട്ടാണ് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഉപയോഗം ന്യായീകരിക്കുന്ന അമേരിക്കയിലെ പ്രസിദ്ധനായൊരു ലോബിയിസ്റ്റിൻ്റെ റോളിലാണ് ഇദ്ദേഹം വരുന്നത്. പുകയില ഉൽപ്പന്നങ്ങളുടെ ദോഷഫലങ്ങൾ, പുകയില വ്യവസായത്തിൻ്റെ വിവിധ വശങ്ങൾ, അതിനായി ഇവർ കണ്ടെത്തുന്ന പല ന്യായീകരണ വാദങ്ങൾ, അങ്ങനെ കോർപ്പറേറ്റ് അമേരിക്ക എന്ന ആശയത്തിനെ നല്ല വൃത്തിക്കും മെനയ്ക്കും കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. ഇതിനകത്ത് നിറച്ച് നെഗറ്റീവായിട്ടുള്ള ആശയമാണെങ്കിലും എനിക്കിത് ഒരു പഠന വിഷയമായി കാണാനാണ് താല്പര്യം. എന്താണെന്നുള്ളത് പുറകെ വെളിപ്പെടുത്തുന്നതാണ്. മുഖവുര കഴിഞ്ഞു. സോ ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. ഇവിടെ സിനിമ ആരംഭിക്കുമ്പോൾ ഒരു TV ഷോ അഭിമുഖം നടക്കുന്നു. അവിടെ വേദിയിലിരിക്കുന്നവർ പ്രധാനമായിട്ടും മനുഷ്യാവകാശത്തിൻ്റെ വക്താക്കളുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, പുകയില ഉൽപ്പന്നങ്ങളുടെ വിരോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ്, രോഗിയായ ഒരു ക്യാൻസർ വന്ന പയ്യൻ, കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനും വ്യക്തിത്വവും സ്മാർട്ടും ഡ്രസ്ഡുമായിട്ടൊരു കഥാപാത്രത്തിലേക്ക് ക്യാമറ പോകുന്നു. അതാണ് സുഹൃത്തുക്കളെ നമ്മുടെ നായകൻ നിക് നെയ്ലർ. നമ്മുടെ കഥാനായകൻ ബിഗ് ടൊബാക്കോ എന്ന കമ്പനിയുടെ ന്യായീകരണ തൊഴിലാളിയാണ്. എന്നാൽ അക്കാഡമി ഓഫ് ടൊബാക്കോ സ്റ്റഡീസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സത്യത്തിൽ അത്തരത്തിലൊരു ചുമതല വഹിക്കാൻ വേണ്ട അക്കാഡമിക് യോഗ്യത ഇങ്ങേർക്കുണ്ടോ എന്ന് സംശയം. ഇല്ലെന്ന് വേണം പറയാം. എന്നാലോ വായയിൽ കിടക്കുന്ന നാക്കിൻ്റെ ബലത്തിൽ നോക്കിയാൽ സകല യോഗ്യതകളുണ്ട് താനും. തൻ്റെ കമ്പനിക്ക് നേരെ ഏത് തരം ആരോപണങ്ങൾ വന്നാലും അതിനെ പല്ലും നഖവും വെച്ച് നേരിട്ട് സൗമ്യവും സരസവുമായ ഭാഷയിൽ വന്ന വഴിയെ തിരിച്ച് ആ ആർഗ്യുമെൻറ്റിനെ വിടാനുള്ളൊരു പ്രത്യേകതരം കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. പ്രേക്ഷകരെ വാചക കസർത്ത് കൊണ്ട് കുപ്പിയിലാക്കുവാനുള്ള കഴിവ് ഇദ്ദേഹത്തിന് പ്രത്യേകം ഉള്ളത് പറയണം. തൻ്റെ പക്ഷേ വേർപിരിഞ്ഞ ഭാര്യയുടെ അടുത്ത് മാത്രം ഈ അടവുകളൊന്നും ചിലവാകുന്നില്ല എന്ന വിരോധാഭാസവുമുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ മറ്റ് ലോബിയിസ്റ്റുകളെയും കാണിക്കും. ഇവരെ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് മെർച്ചൻസ് ഓഫ് ഡെത്ത് എന്നാണ്, അഥവാ MOD. അതായത് അമേരിക്കയുടെ വ്യവസായ ത്രിമൂർത്തികളായ സിഗരറ്റ്, ആയുധം, മദ്യം എന്നീ വ്യവസായശാലകളുടെ വക്താക്കളാണിവർ, അഥവാ ലോബിയിസ്റ്റുകൾ. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ട് ഇവരൊക്കെ തന്നെയാണുള്ളത്. ഈ വസ്തുക്കളിലെ ലഹരി സ്വഭാവം മുൻനിർത്തി ഇവയിൽ അപായ ചിഹ്നം കൊടുക്കാറുണ്ടല്ലോ. അതായത് സിഗരറ്റ് പാക്കറ്റിൻ്റെ മുന്നിൽ കാണുന്ന അപായ സൂചന നമ്മൾ പരിചിതമാണ്. കൂടാതെ മലയാള മൂവിയായ തീവണ്ടി എന്ന സിനിമയിൽ പറയുന്നത് പോലെ സിനിമയിലും ഇടയിലും തുടങ്ങുമ്പോഴും തീരുമ്പോഴുമെല്ലാം പുകയില വിരുദ്ധ ബോധവൽക്കരണ പരസ്യങ്ങളും ഒക്കെ ഇട്ട് എന്തൊരു വെറുപ്പീരാണിത്. ഇവിടെ സിനിമയിൽ അത്തരത്തിലുള്ള പരസ്യങ്ങൾ ഈ പാക്കറ്റുകളിൽ നിർബന്ധമാക്കുകയും വലുതാക്കാൻ ശ്രമിക്കുന്ന ഒരു സെനറ്റർ, അങ്ങേരാണ് പരോക്ഷമായ എതിരാളി. ഇതോടൊപ്പം വസ്തുക്കളുടെ പരസ്യത്തിൻ്റെ ഭാഗമായി സിനിമ പോലുള്ള മാധ്യമത്തിൻ്റെ ഇടയിൽ ആ വസ്തുക്കളെ കുത്തിക്കയറ്റി അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ്. അങ്ങനെ ഒരു മഹനീയമായ കലാപരിപാടി അതിൻ്റെ മനോഹരതയും തന്മയത്വത്തോടുകൂടി ഇവിടെ കാണിച്ചു തരുന്നു. എങ്ങനെയാണ് ഈ പരിപാടി നിർവഹിക്കുന്നതെന്നും ആ നിർവഹിക്കുന്നത് വഴി പൊതുമനസ്സിൻ്റെ ഉപബോധ മണ്ഡലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുമൊക്കെ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ലാതെ പ്രേക്ഷകരെ അവ എങ്ങനെയെല്ലാം സ്വാധീനിപ്പിക്കാം, അതിൻ്റെ പല വശങ്ങളും ഈ സിനിമ വഴി കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ വിസിൽ ബ്ലോവർ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ പടത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ പുകയിലയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ എല്ലാം മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഷുഗർ, പഞ്ചസാരയുടെ അളവ്, അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് തുടങ്ങിയ സാധനങ്ങളും നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഒരു സാമൂഹിക പ്രശ്നങ്ങളും കൂടി കൊണ്ടുവന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്. കഥ നല്ല രസകരമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ധൈര്യമായിട്ട് കണ്ടുകൊള്ളുക. ഇനി കാസ്റ്റ്. സിനിമയുടെ പ്രധാന കഥാപാത്രമായി ആരോൺ എയ്ക്ക്ഹാർട്ട് എന്ന ആക്ടറാണ് വരുന്നത്. നിങ്ങളിൽ പലർക്കും ഹാർവി ഡെന്റ് എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തെ പരിചയമുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നിയത് ഇതിലെ പ്രകടനം കണ്ടിട്ടാവാം ഹാർവിയുടെ റോളിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഈ ക്യാരക്ടർ ഒരു വക്കീലാണോ എന്നാലല്ല,
പക്ഷേ കുറേ തർക്ക വിഷയങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇങ്ങേരുടെ പ്രകടനവും പ്രശംസനീയമാണ്. ഇദ്ദേഹത്തോടൊപ്പം ഹോളോമാൻ എന്ന സിനിമയിലൂടെ പരിചിതമായ കിം ഡിക്കൻസ് നിക്കിൻ്റെ എക്സ് വൈഫിൻ്റെ റോളിലും വരുന്നു. അക്കാഡമി അവാർഡ് ജേതാവായ JK സിമൺസ് നിക്കിൻ്റെ ബോസ് PR എന്ന ക്യാരക്ടറിൻ്റെ റോളിലും ക്യാമറൻ ബ്രൈറ്റ് മകൻ്റെ റോളിലും വരുന്നു. നിക്കിൻ്റെ കൂട്ടുകാരായ അതായത് MOD സ്ക്വാഡായി മരിയ ബെലോയും ഡേവിഡ് കോഷ്ണറും വരുന്നു. ഇവരെ കൂടാതെ നിക്കിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന പത്രപ്രവർത്തകയായി KT ഹോംസും പുകയില കച്ചവടത്തിൻ്റെ ടോപ്പ് ഹെഡിൻ്റെ റോളിൽ റോബർട്ട് ഡുവെല്ലും സിനിമയിലെ പ്രധാന എതിരാളിയായ ഒരു സെനറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓട്ടലൻ എന്നു പേരുള്ള സെനറ്ററിൻ്റെ റോളിൽ വില്യം H. മെയ്സിയും വന്നിരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ടെക്നിക്കൽസ്. താങ്ക് യു ഫോർ സ്മോക്കിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു വീരോധാഭാസം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നൊരു സിനിമയാണ്. ബ്ലാക്ക് ഹ്യൂമർ കാറ്റഗറി. സിനിമയുടെ ഒരു നിറക്കൂട്ട് നോക്കിയാൽ മഞ്ഞ നിറം എല്ലാ രംഗത്തും കയറി നിൽക്കുന്നതായിട്ട് തോന്നും. അതൊരു സിനിമാറ്റോഗ്രഫി ടെക്നിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഉപയോഗിച്ച് പ്രേക്ഷകനിൽ ഒരു മിഥ്യാധാരണ കൊണ്ടുവരുന്നു. അതായത് ഈ നടക്കുന്ന കഥയും കഥാസന്ദർഭവും യഥാർത്ഥമല്ല, എന്നാൽ യഥാർത്ഥ സംഭവങ്ങളും അതിനോട് ഒരു ബന്ധമുണ്ടെന്ന സൂചന. സിനിമയിലാണെങ്കിൽ ഇതേ പേരിലുള്ള പുസ്തകത്തിൻ്റെ അനുരൂപണമാണ് ഇതിൻ്റെ കഥ. സിനിമയിൽ പുസ്തകത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രംഗങ്ങളും എടുത്തിട്ടില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, പടത്തിന് വിഷയം പുകയിലയാണെങ്കിലും ഇതിലാരും പുകയില വലിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരു രംഗം പോലും ഇല്ല. മദ്യം കുടിക്കുന്നതും ആയുധം ഉപയോഗിക്കുന്നതും തോക്ക് ഉപയോഗിക്കുന്നതൊക്കെയുണ്ട്. ഒരു രംഗത്തിൽ പുകയില വ്യവസായത്തിന് ഏറ്റവും മുകളിലുള്ള ഒരു ശക്തനായ വ്യക്തി മാത്രമേ അയാളുടെ ശക്തിയുടെ പവറിൻ്റെ ഒരു ഭാഗമായിട്ട് ചുരുട്ട് വലിക്കുന്നതായിട്ട് കാണുന്നു. അതല്ലാതെ ആരും പുകവലിക്കുന്ന രംഗങ്ങളില്ല. ഇതിലെ പ്രധാന സംഭവം പുകയിലയും സിഗരറ്റും ഒക്കെയാണ്. എങ്കിലും ഇതിൻ്റെ ആശയത്തിൽ കോർപ്പറേറ്റ് അമേരിക്ക സാധാരണക്കാരെ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യുന്നു എന്നൊരു മറയില്ലാതെ നന്നായി കാണിച്ചു തരുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് ആകർഷകമായി തോന്നിയത്, ആനയെ വാങ്ങാൻ വരുന്നൊരു കൂട്ടർക്ക് പശുവിനെ എടുത്ത് രൂപമാറ്റം വരുത്തി ഒരു വെപ്പ് തുമ്പിക്കൈയും ഫിറ്റ് ചെയ്ത് കറുത്ത നിറവും അടിച്ച് ആനയാണെന്നും പറഞ്ഞ് വിൽക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആനയായി ഉപയോഗിക്കാൻ ഇതിനെക്കൊണ്ട് പറ്റുമെങ്കിലും ഞങ്ങളുടെ പ്രൊഡക്റ്റ് പാല് തരും, പക്ഷേ ശരിക്കുമുള്ള ആന പാല് തരുമോ? അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ രീതിക്കാണ് പുകയില ഉപയോഗത്തെ ഇവർ ന്യായീകരിക്കുന്നത്. കൂടാതെ ഇതിലെ വടിവൊത്ത അക്ഷരങ്ങളിൽ പറയുന്നുണ്ട്, മുതിർന്നവരല്ല കൗമാരക്കാരാണ് സിഗരറ്റിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളെന്ന്. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കുക. 2005 ഇതിലെ BR എന്ന ക്യാരക്ടർ പറയുന്നു, സിഗരറ്റ് തന്നെയേ വിറ്റുകൊള്ളും, നമ്മൾ അതിനുള്ള മാർഗം തെളിയിച്ചാൽ മതി. എന്നിട്ടും വിൽപ്പനയ്ക്ക് പ്രതിസന്ധിയാണുള്ളത്. അതിനെ തരണം ചെയ്യാൻ ക്രിയാത്മകമായ ഉപായം നമ്മുടെ നായകൻ പറയുന്നുണ്ട്. സംഭവം നെഗറ്റീവ് ആണെങ്കിലും അതിലെ പോസിറ്റീവായ അംശം, നമുക്ക് ഏത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്. വി ജസ്റ്റ് ഹാവ് ടു ബി ക്രിയേറ്റീവ്. ഇതിൻ്റെ ഈ അർത്ഥതലം പല മേഖലയിലും കാണാം. നമ്മൾ ഓരോ തവണ ഈ സിനിമ കാണുമ്പോഴും റിപ്പീറ്റായി വാച്ച് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇത് കടന്നു ചെല്ലും. വീണ്ടും വീണ്ടും പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താനും പറ്റും. പക്ഷേ ഞാൻ നിങ്ങളോട് ആദ്യം സൂചിപ്പിച്ചിരുന്നു ഇതൊരു പഠന വിഷയമാക്കി എടുക്കുക എന്ന്. എന്താണ് ഇവിടെ പഠന വിഷയമാക്കി എടുക്കേണ്ടത്? അതായത് എങ്ങനെ ഒരു വാദം തയ്യാറാക്കാൻ സാധിക്കും, ഐ മീൻ ആർഗ്യുമെൻറ്റ്. ആളുകളോട് എങ്ങനെ വൃത്തിക്ക് തർക്കിക്കാൻ പറ്റും. അവിടെയാണ് ഈ സിനിമയുടെ തിരക്കഥയുടെ യഥാർത്ഥ ബലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ഇത് തയ്യാറാക്കിയേക്കണേ. ഇതിലൊരു രംഗമുണ്ട്, നമ്മുടെ നായകൻ മകനോട് ഈ വാദപ്രതിവാദവും എങ്ങനെ ജയിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി ഏത് ഐസ്ക്രീമാണ് ഏറ്റവും നല്ലത് എന്ന ചോദ്യം ചോദിക്കുന്നു. അതിൽ നിന്നൊരു തർക്കവിഷയം രൂപപ്പെടുത്തി എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്ന് നല്ല രസകരമായി കാണിച്ചു തരുന്നുണ്ട്. പ്രേക്ഷകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ പുരോഗമിക്കുമ്പോൾ പ്രേക്ഷകരുടെ പെർസ്പെക്റ്റീവ് എന്നത് നിക്കിൻ്റെ മകൻ്റെ വീക്ഷണകോണിലാണ്. മകൻ്റെ വീക്ഷണകോണിൽ നിന്നാണ്. സിനിമയുടെ ആരംഭത്തിലുള്ള രംഗത്ത് നിക്ക് ആരാണെന്നും എന്താ അയാളുടെ ജോലിയെന്നും മനസ്സിലാക്കുമ്പോൾ നമുക്ക് അയാളോടൊരു വെറുപ്പ് തോന്നും. സിനിമ പുരോഗമിക്കുമ്പോൾ അയാളുടെ മകനെ സ്കൂളിൽ ചെന്ന് കാണുന്നു. മകൻ്റെ മുഖത്തും ഈ വെറുപ്പ് കാണാൻ പറ്റും. എന്നാൽ തുടർന്നുള്ള ഭാഗത്ത് നമുക്ക് ഇങ്ങോരോട് ഒരു പ്രത്യേകതരം അടുപ്പവും ആരാധനയും തോന്നും. ഇതേ വികാരം മകൻ്റെ പെരുമാറ്റത്തിലൂടെ വ്യക്തമാകുന്നു. സത്യത്തിൽ മകനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ കാര്യവും അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഓരോ വിഷയവും ശരിക്കും
ആ കഥാപാത്രം പ്രേക്ഷകരായ നമ്മളോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലെ എന്ന സിനിമയോട് ചെറിയ സാമ്യം തോന്നാം. സിനിമയുടെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോഴും ഇതേപോലത്തെ രംഗങ്ങളിലേക്ക് വരുന്നു. ഉപഭോഗ സംസ്കാരം എത്രത്തോളം മനുഷ്യരെ നശിപ്പിക്കുന്നു എന്ന സന്ദേശത്തിൽ ആണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഇത്രയൊക്കെ എനിക്ക് സിനിമയെപ്പറ്റി പറയാനുള്ളൂ. അധികം ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമ്പോഴുള്ള പുതുമയും വ്യാഖ്യാനത്തിൽ അവരുദ്ദേശിക്കുന്ന സന്ദേശവും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാൻ സൂചിപ്പിച്ച ആ തർക്കവാദങ്ങൾ എങ്ങനെ ആളുകളിൽ മാറ്റം സൃഷ്ടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും കണ്ട് തന്നെ ആ ഫ്രഷ്നെസ്സോടുകൂടി മനസ്സിലാക്കുക. ഇതോടുകൂടി ഇന്നത്തെ ലക്കം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സിനിമയുമായി നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ ഗുഡ് ബൈ.